friends, welcome to Rasfi's kitchen. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ബോക്സ് പാക്ക് ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയും കൂടാണ്. നമുക്ക് ഈ ഒരു ഇഫ്താർ ടൈമിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സ് ഐറ്റം കൂടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. നമുക്കിതിലേക്ക് വേണ്ടത് 200 ഗ്രാം ബോൺലെസ് ചിക്കൻ ആണ്. അത് ഞാനൊരു പാനിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് നമുക്ക് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം, അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഈ ചിക്കനിലോട്ട് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്, അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ സോയാ സോസിൽ ഉപ്പ് ഉണ്ടാവും, അപ്പോൾ അതും കൂടെ നോക്കിയിട്ട് വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ. ഇനി നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഫ്ലെയിം അങ്ങ് ഓൺ ചെയ്തിട്ട് നമുക്കിത് വേവിക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഫുൾ ഫ്ലെയിമിൽ തന്നെ അങ്ങ് ഇട്ടിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം അങ്ങ് കുറച്ച് കൊടുത്താൽ മതി. ഇപ്പം ചിക്കൻ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം അങ്ങ് ലോക്ക് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് വേവായിട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പം ചിക്കൻ വേവായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിമൊക്കെ അങ്ങ് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊരു വെള്ളം ഉണ്ടായിരുന്നു, അത് അതിലിട്ടിട്ട് അങ്ങ് വറ്റിച്ചെടുത്തിട്ടുള്ളതാണ് വേവായതിന് ശേഷം. ഇനി നമുക്കിതൊന്ന് തണുത്തതിന് ശേഷം പിച്ചെടുക്കണം. ഇനി സ്റ്റൗവിൽ ഒരു പാൻ വെച്ചൊന്ന് ചൂടാക്കി എടുക്കാം. ഏകദേശം ചൂടായി വരുമ്പോൾ അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിൽ ഏകദേശം ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഞാൻ ഒരു 6 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്, അതങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 4-5 പച്ചമുളക്, അത് എരിവിനനുസരിച്ചിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. അതും ഇതുപോലെ റൗണ്ട് ആയിട്ട് അങ്ങ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്, അങ്ങ് കൂടെ ആഡ് ചെയ്തിട്ട് ഇത് നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കാം. ഇപ്പോൾ വെളുത്തുള്ളിയും അതേപോലെ പച്ചമുളക് ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാനൊരു മീഡിയം സൈസിലുള്ള ഉള്ളി ഇതുപോലെ ചെറുതായിട്ട് അങ്ങ് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ്, അതും കൂടെ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു ഉള്ളിയിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ അതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കണം. ഇപ്പം ഉള്ളി ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതിലേക്ക് നേരത്തെ പിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു ചിക്കൻ ഉണ്ടല്ലോ, അതങ്ങ് ഇട്ട് കൊടുക്കാം. ഈ ഒരു ചിക്കൻ ഒരു 5 മിനിറ്റ് ഇതിലിട്ടിട്ട് നന്നായിട്ട് ഒന്നങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ആ ഒരു ഫില്ലിങ്സ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും, അതിനും കൂടെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ചിക്കനും ഏകദേശം ഒന്നങ്ങ് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റിയിട്ട് ഇവിടെ വേറൊരു പാന് വെക്കാം. പാൻ ഏകദേശം ചൂടായി വരുമ്പോൾ അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ തന്നെ നല്ലെണ്ണയാണ്, അതും കൂടെ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല തിക്കായിട്ടുള്ള വൈറ്റ് സോസാണ് വേണ്ടത്. ആ എണ്ണ ഒന്നങ്ങ് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും കൂടെ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കാം. ആ ഒരു മൈദപ്പൊടിയുടെ ഒരു പച്ച സ്മെല്ല് ഉണ്ടാവുമല്ലോ, അത് പോകുന്നവരെ നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കണം. ഇപ്പം മൈദ ഏകദേശം ഒരു വേവായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നമുക്കിങ്ങനെ കുറേശ്ശെ പാൽ ഒഴിച്ചിട്ട് അങ്ങ് തിക്കാക്കി എടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇതിലേക്ക് മൊത്തമായിട്ട് ഒരു 1/2 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ലൊരു തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി തന്നെ ഈ ഒരു വൈറ്റ് സോസ് കിട്ടും. അതുപോലെ ഈ ഒരു വീഡിയോ കാണുന്നവരിൽ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ വീഡിയോസ് കാണുന്ന ഫ്രണ്ട്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു ഉപ്പും കൂടെ അങ്ങ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം നമ്മുടെ ആ ഒരു സോസ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് ടൈമും കൂടെ ഒന്നും കൂടെ ഒന്ന് ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടാം. അപ്പോൾ നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു തിക്കിലാണ് നമുക്ക് ഈ ഒരു സോസ് കിട്ടേണ്ടത്. ഞാനിപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സോസ് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഫില്ലിങ്സിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബോക്സ് പാക്ക് ചിക്കനിലോട്ടുള്ള ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്.
ഇപ്പോൾ ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മൈദ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു ഷീറ്റ് സ്റ്റിക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മൈദ ഒന്ന് കലക്കിയെടുക്കുകയാണ്. ഇനി കുറച്ച് വെള്ളം കൂടി അങ്ങ് ആഡ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അങ്ങ് മിക്സ് ചെയ്തെടുത്ത് ഒരു ലൂസ് കൺസിസ്റ്റൻസിയിൽ ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെയാണ് വേണ്ടത്. ഇനി ഇതൊരു സൈഡിലോട്ട് അങ്ങ് മാറ്റി വെക്കാം. ഇനി നമുക്കിത് കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സമൂസയുടെ ഷീറ്റാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇതുപോലെ അങ്ങ് വെച്ചതിന് ശേഷം അതിൻ്റെ സെൻറ്ററിൽ കുറച്ച് മൈദ അതേപോലെ ഒന്ന് അങ്ങ് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി വേറൊരു ഷീറ്റ് ഇതുപോലെ എടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ അങ്ങ് വെക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഫില്ലിങ്സാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. അതേപോലെ ജസ്റ്റ് ഒന്ന് അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ ഒരു സൈഡിലുള്ള ഷീറ്റ് പതുക്കെ ഇതിന് മുകളിൽ ഒന്നങ്ങ് വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഷീറ്റ് വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം സൈഡ് മാറാതെ. അതിനുശേഷം ഈ ഒരു സൈഡിൽ കുറച്ച് മൈദ ഇതേപോലെ ഒന്നങ്ങ് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഒരു സൈഡ് എടുത്തിട്ട് ഇതിന് മുകളിൽ അങ്ങ് വെച്ചിട്ട് ഒന്നങ്ങ് പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കുക. സൈഡൊക്കെ നല്ല ഫില്ലായിട്ട് നിൽക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഓയിൽ കയറിപ്പോകാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് അതിന് ശേഷം ഈ ഒരു സൈഡിലും ഇതേപോലെ അങ്ങ് മൈദ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഒരു സൈഡ് എടുത്ത് ഇതേപോലെ അതിന് മുകളിൽ അങ്ങ് പതുക്കെ അങ്ങ് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുക. പിന്നെ നെക്സ്റ്റ് ഈ ഒരു സൈഡും കൂടെ ഒന്ന് മൈദ വെച്ചിട്ടൊന്ന് ഗ്രീസ് ചെയ്തതിന് ശേഷം അതും അതിൻ്റെ മുകളിലോട്ട് അങ്ങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ബോക്സ് പാക്ക് ചിക്കൻ ഉണ്ടാവുക. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഓയിൽ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഓയിൽ ഏകദേശം ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഞാൻ ഓരോന്ന് ഇട്ടിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ 2 സൈഡും അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ നോർമലായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത് പോലെ തന്നെ. ഇപ്പം ഏകദേശം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് അങ്ങ് കോരിയെടുക്കാം. ഇനി ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ബോക്സ് പാക്ക് ചിക്കൻ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ എന്നെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള വെറൈറ്റി റെസിപ്പീസുമായി വരുന്നവരേക്കും ബായ്. അസ്സലാമു അലൈക്കും.